ഗൈസ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകണം നീറ്റ് 2026 MCC കൗൺസിലിങ്ങിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫർദർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇനി എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഗൈഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റ് 2026 MCC CE കൗൺസിലിങ്ങിൻ്റെ ഫുൾ അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നീറ്റ് 2026 MCC കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണിത്. MCCയുടെ UG കൗൺസിലിംഗ് 2026 റൗണ്ട് 1 നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കാരണം കറൻ്റ്ലി ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഒക്കെ സമയമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്താ വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ എന്ത് ചെയ്യണം, അതാണ് ഇപ്പോൾ എല്ലാവരും. കാരണം ചോയ്സ് ഫില്ലിംഗ് ഏകദേശം പകുതിയായിട്ടുണ്ടാവും. ഓരോരുത്തർ ഓരോ ദിവസം ഓരോ സ്റ്റേറ്റ് നിലയിൽ കൊടുക്കാവും. പിന്നെ വീണ്ടും പിറ്റേ ദിവസത്തിനാകുമ്പോൾ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ സാവധാനം പെട്ടെന്ന് അത്ര സ്ലോ ആക്കരുത്, എന്നാലും ഒരു നിങ്ങളുടെ ഐഡിയക്ക് പെട്ടെന്ന് ചോയ്സ് ഫില്ല് ചെയ്ത് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ഡൗട്ട് പറയണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് എന്ത് ചെയ്യണം എന്നാൽ സീറ്റ് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണോ, അതുപോലെ സീറ്റ് അക്സെപ്റ്റ് ചെയ്യണോ, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്യണോ, അതെനിക്ക് ചിലപ്പോൾ അടുത്തേൽ നല്ലത് കിട്ടുമോ, ഫ്രീസ് ചെയ്യണോ, ഫ്ലോട്ട് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ MCC സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് കിട്ടിക്കണോ കിട്ടിയില്ല അറിയാൻ വേണ്ടി ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു ഇമേജ് വരും. അതിൽ നിങ്ങളുടെ കോളേജ് ഉണ്ടാവും, നിങ്ങൾക്ക് ആ കോളേജിൽ ഏത് കോഴ്സാണ് കിട്ടിയിരിക്കണം, ഇനി ഏത് കോട്ട വഴിയാണ് കിട്ടിയിരിക്കണം, ഏത് കാറ്റഗറി, എല്ലാം കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ ഇതിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടോ എല്ലാം നോക്കുക. എന്നിട്ട് റിസൾട്ട് കണ്ട ഉടനെ എന്ത് ചെയ്യരുത്, എന്താണ് അവിടെ പോയി ചേരാമെന്നില്ല ആ ഒരു ഇതിലെല്ലാം എടുക്കേണ്ടത്. റിസൾട്ട് കണ്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ ഫസ്റ്റേ പ്രിൻ്റ് എടുത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലതാ അലോട്ട്മെൻറ്റ് ലെറ്റർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തേക്കണം. അത് ഫസ്റ്റത്തെ കാര്യമാണ്, മറക്കരുത്. ആ റിസൾട്ട് വന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ചെയ്തേക്കണം. അടുത്തത് അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻറ്റ് ചെയ്തൊക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, PDF ആയിട്ട് സേവും ചെയ്യുക. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഫോണിൽ PDF ആയിട്ട് സേവ് ചെയ്യുക. കാരണം റിപ്പോർട്ടിംഗ് സമയത്ത് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ട് വരും. നിങ്ങൾ കോളേജിലേക്ക് ഫിസിക്കലായിട്ട് പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം. രണ്ടാമത്തെ പറയുന്നത് സീറ്റ് അക്സെപ്റ്റൻസ് ജോയിനിങ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ആ സീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ജോയിനിങ് പ്രോസസ്സൊക്കെയാണ് ഇനി പറയണത്. ഇനി നിങ്ങൾക്ക് അലോട്ടായ സീറ്റ് സംബന്ധിച്ച് MCCയുടെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ശ്രദ്ധിക്കണം. നിങ്ങൾ അലോട്ടഡ് സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അഡ്മിഷൻ സംബന്ധിച്ച് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ഇവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീറ്റ് കിട്ടി ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് കരുതരുത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കി, അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഇനി ഒന്നും ചെയ്യേണ്ട, ഇനി ഞാൻ കോളേജ് ക്ലാസ് തുടങ്ങും പോയാൽ മതി. അതല്ല, അതിൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു MCC കുറേ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററിലും MCCയുടെ ഒഫീഷ്യൽ നോട്ടീസിൽ എന്ത് ചെയ്യണം, നൽകിയിരിക്കുന്ന എല്ലാ ഡെഡ് ലൈൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അടുത്ത മൂന്നാമത് അപ്ഗ്രേഡ് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീസ് ആണെങ്കിലാണ് നിങ്ങൾ ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്തിട്ട് ഫിസിക്കലായിട്ട് കോളേജിലേക്ക് പോകും. ഇനി അപ്ഗ്രേഡാണ്, ഫ്ലോട്ടാണ് വേണമെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വിചാരിക്കുക, പക്ഷേ നിങ്ങളുടെ ചോയ്സ് ലിസ്റ്റിൽ ഇതിലും ഹൈ പ്രിഫറൻസിലുള്ള കോളേജും കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, MCCയുടെ റൗണ്ട് 1 റൂള് പ്രകാരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഓപ്ഷന് കൊടുക്കുക. റൗണ്ട് 1 റൗണ്ട് 2 അപ്ഗ്രേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ട് കൊടുത്തിട്ട് അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്ഗ്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിലവിലെ സീറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താകും നോക്കുക. അപ്ഗ്രേഡ് കിട്ടിയാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കിട്ടുമോ, അപ്ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ എന്താവും, ഇവയെല്ലാം MCCയുടെ ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ അപ്ഗ്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇല്ല സീറ്റ് കിട്ടും. ഇപ്പോൾ ഒരാളോട് ചോദിച്ചിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ കുട്ടി എന്ത് ചെയ്തു, ഫ്ലോട്ട് കൊടുത്തു, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ കുട്ടിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോൾ കുട്ടി ഓൾറെഡി കൊടുത്ത സീറ്റില്ലേ എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് അവിടെ തന്നെ പോയി ചേരാം. ഓക്കെ, അതേപോലെ സെക്കൻഡിലെ കുട്ടി അപ്ഗ്രേഡ് കൊടുത്ത്, പക്ഷേ തേർഡിലെ കുട്ടിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, മുന്നുണ്ടായിരുന്ന സീറ്റിൽ പോയിട്ട് ചേരാം. പക്ഷേ തേർഡിൽ പിന്നെ ഒരു അപ്ഗ്രേഡ് ഓപ്ഷൻ ഇല്ല. തേർഡിൽ എവിടെ കിട്ടിയെച്ചാൽ അവിടെ ചേരൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിത് അപ്ഗ്രേഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിനെക്കാട്ടിയും ഫർദർ നല്ല ഓപ്ഷൻ കിട്ടുമോ, അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് കൊടുക്കുക. ഇനി ഒരു കോളേജ് അപ്ഗ്രേഡ് ആയാൽ പിന്നെ നിങ്ങൾക്ക് മുന്നത്തെ റൗണ്ടിലത്തെ കോളേജ് ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോളേജ് കിട്ടി, ആ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്ത് അപ്ഗ്രേഡിന് ഫ്ലോട്ട് കൊടുത്ത് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് വേറെ കോളേജ് കിട്ടി. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലത്തെ കോളേജ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മതിയായിരുന്നു. പക്ഷേ അത് പറ്റില്ല, കാരണം നിങ്ങൾ അപ്ഗ്രേഡിന് കൊടുത്ത് നിങ്ങൾക്ക് കോളേജ് അപ്ഗ്രേഡ് ആയി, ഇനി ബാക്കിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് 4 പറയുന്നത് കോളേജിലേക്കുള്ള റിപ്പോർട്ടിംഗ് ആണ്. ആ സീറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക, റിപ്പോർട്ടിങ്ങിൻ്റെ നോട്ടീസൊക്കെ വരും. ഇതിൻ്റെ ഇടയിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്കലായിട്ട് ഫ്രീസിങ് ആണെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിസിക്കലായിട്ട് എവിടേക്ക് പോകണം, കോളേജിലേക്ക് പോയിട്ട് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, അലോട്ട്മെൻറ്റ് നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ട റിപ്പോർട്ടിങ്ങിൻ്റെ ഡേറ്റ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്, ഏത് സ്ഥലത്താണ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാൻ പോവുക. അഞ്ചാമത് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. കോളേജ് റിപ്പോർട്ടിന് പോകുമ്പോൾ
റിപ്പോർട്ടിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് വേണം. അതിൻ്റെ പുറമെ തന്നെ ഫ്രീസ് ചെയ്യുകയാണെങ്കിലും ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിലും MCC ഡേയിൽ കുറേ ഡേറ്റ്സ് വരാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ബിക്കോസ് കുറേ ഡേറ്റ്സ് കുറേ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. MCC CEO ഒക്കെ ഒപ്പം ചെയ്യുന്നവരാണെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരുത്തുന്ന പ്രൊസീജിയറാണത്. കാരണം അത്യാവശ്യം കാരണം MCCയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഫ്രീസ് ഫ്ലോട്ടിങ്ങിന് ഒരു ടൈം, അത് കഴിഞ്ഞ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ടൈം, ഡോക്യുമെൻറ്റ്സിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം, അതിൻ്റെ ഇടയിൽ CEയുടെ അണ്ടറിലില്ലെന്ന് വെച്ചാൽ വേറെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, അപ്പോൾ ഒക്കെ കൂടി മിക്സ് ആവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. കറൻ്റ്ലി ഇപ്പോൾ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നീറ്റിൻ്റെ മാർക്ക് കീമിൻ്റെയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ ഇനി വീണ്ടും നമ്മുടെ CEയുടെ അലോട്ട്മെൻറ്റ് എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഡേറ്റ് കറൻ്റ്ലി വന്നിട്ടില്ല. കറൻ്റ്ലി വന്ന് നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നോക്കിയാൽ നിങ്ങളുടെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വേണം, സ്കോർ കാർഡ് വേണം, പിന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ് കണ്ടപാടെ ഫസ്റ്റ് പ്രിൻ്റ് എടുത്തൊക്കെ ഒരു PDF ആക്കി വെക്കുക. അലോട്ട്മെൻറ്റ് ലെറ്റർ വേണം, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എന്ന് പറയും. അത് നമ്മുടെ SSLC യൂസ് ചെയ്യുക. വാലിഡ് ID പ്രൂഫ്, നിങ്ങളുടെ ആധാർ കാർഡോ ഇല്ലെങ്കിൽ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനത്തെ വാലിഡ് ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾ എന്ത് ചെയ്യാണ് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ റിസർവേഷൻസ് ഒക്കെ ഇല്ലവരാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഇല്ലവരാണെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, NRA അല്ലെങ്കിൽ OCI റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലിക്കബിൾ ആണെങ്കിൽ, നിങ്ങൾ ആ ഒരു ഇതിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്, മറ്റ് MCC അല്ലെങ്കിൽ കോളേജ് ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഞാനൊക്കെ ഓൾറെഡി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഗ്യാപ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അത് എല്ലാവരും എടുക്കേണ്ട. അപ്പോൾ കോളേജ് തോർ പറയുകയാണ് ഗ്യാപ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ടൈമിൽ എടുത്താൽ മതി. അങ്ങനെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് കോളേജുകാർ ചോദിക്കുമ്പോൾ അത് വേണ്ടി വരും. പിന്നെ ഓൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ആയില്ല OBC NCLൻ്റെ ആവശ്യം വരും. അത് EWS ആണെങ്കിൽ EWSൻ്റെത്, ഇപ്പോൾ SC ST ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ പെടും. അതൊക്കെ നിങ്ങൾ ഓൾറെഡി റെഡി ആക്കി വെക്കുക. ഓക്കെ, ആ ഒരു റിസർവേഷനിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമാണ്. ഓക്കെ, അടുത്ത ഫീ പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ കോളേജ് നിർദ്ദേശിക്കുന്ന ഒരു ഫീ ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫീ പേ ചെയ്യണം. ഇപ്പോൾ CEയുടെ അണ്ടറിലാണെങ്കിൽ കഴിഞ്ഞ ഇയറിനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ത്രൂ ഒരു പേയ്മെൻറ്റ് നടത്താണ്ട് അതിൻ്റെ പുറമെ ചില ടൈമിൽ കോളേജിൽ നിന്ന് ഒരു ഫീ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ റെസീപ്റ്റ് നിർബന്ധമായിട്ട് എടുത്ത് വെക്കുക. MCCൻ്റെ അണ്ടറിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓൺലൈൻ ത്രൂ പേയ്മെൻ്റ് അല്ല, ഡയറക്റ്റ് കോളേജിൽ പോയിട്ടുള്ള പേയ്മെൻ്റ് ആണ്. കഴിഞ്ഞ ഇയർ വരെ CEൻ്റെ അണ്ടറിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ വഴി കുറച്ച് പേയ്മെൻറ്റ് ഉണ്ട്, എന്നുവെച്ചാൽ ഒരു ടോക്കൺ ഡെപ്പോസിറ്റ് പോലെ ഒരു പേയ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ പുറമെ ചില കോളേജസ് വീണ്ടും ഒരു ഫീ ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ത്രൂ ചെയ്ത പേയ്മെൻറ്റിൻ്റെ റെസീപ്റ്റ് എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? റിസൾട്ട് മാത്രം നോക്കി ഒന്നും ചെയ്യാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കണം, അത് കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് വായിക്കണം. കാരണം പറയുക, കഴിഞ്ഞ ഇയറിൽ കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇക്കൊല്ലത്തിന് ഭയങ്കര ചേഞ്ച് ഉണ്ടായിരിക്കണേ. കറൻ്റ്ലി CEയുടെ അണ്ടറിൽ ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും വന്നിട്ടില്ല. MCC ആണ് ഇപ്പോൾ ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അറിയാം അത് കുറേ കൺഫ്യൂഷൻ വരുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പുതിയത് ഈ ഇയർ വന്ന് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് ആർക്കും ഇതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. എല്ലാവരും ഇതിനെപ്പറ്റി പഠിച്ചു തരണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് നോക്കുക. ബാക്കി ഫീ, റിപ്പോർട്ടിങ്, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കറക്റ്റ് ഒരു ഓർഡറിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ MCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ലേറ്റസ്റ്റ് നോട്ടീസാണ് ഫൈനൽ. എന്നുവെച്ചാൽ നിങ്ങൾ എപ്പോഴും ഫർദർ എപ്പോഴും ഗൂഗിളിൽ പോയിട്ട് നിങ്ങളത് MCC.nic.in കയറി നോക്കുക. എപ്പോഴും പുതിയ അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയ വരുന്ന ഡേറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഇൻഫോർമേഷൻ മാത്രം വിശ്വസിക്കരുത്. കാരണം അങ്ങനെയല്ല, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യും, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. അവർക്ക് ആ വീഡിയോ പ്രിപ്പയർ ചെയ്ത് വരെ ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ MCCയുടെ വെബ്സൈറ്റിൽ അങ്ങനെയല്ല, ഓൾറെഡി ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി MCC ഇപ്പോൾ നീറ്റ് UG കൗൺസിലിംഗ് 2026 ഒഫീഷ്യൽ നോട്ടീസസ്, യൂസർ ഗൈഡ്, സീറ്റ് മെട്രിക്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ MCCയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അതിന് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ കിട്ടുന്നുണ്ട്, ചോയ്സ് ഫില്ലിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ MCC ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒറ്റയടിക്ക് പറയാനാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് റിസൾട്ട് നോക്കണം, അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം, ബാക്കി ഓപ്ഷൻസും ഇൻസ്ട്രക്ഷൻസും ഇത് കഴിഞ്ഞ് ഫർദർ ഫ്രീസിങ്, ഫ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അത് കഴിഞ്ഞ് ഫീ പേയ്മെൻറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. അലോട്ട്മെൻറ്റ് കോളേജിങ്ങിൻ്റെ റിപ്പോർട്ടിംഗ് ടൈമും ബാക്കി എവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം അതൊക്കെ റെഡിയാക്കി വെക്കുക. അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ MCCയുടെ ബാക്കി റൂൾസ് നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഫർദർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും അതിൽ റീ അപ്ലോഡിങ്, മിസ്റ്റേക്സ് വന്നാൽ റീ അപ്ലോഡിങ്, അതൊക്കെ നമ്മൾ പ്രൊസീജിയർ കറക്റ്റായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നീറ്റ് 2026 MCC ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ഡൗട്ടുള്ളവർ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന്
ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. കാരണം ഇതിലൊന്നും മിസ്സായാൽ നിങ്ങൾക്ക് ഫർദർ അതിൽ നിങ്ങൾ പുറത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ MCC കൗൺസിലിങ്ങിൻ്റെ അടുത്ത അപ്ഡേറ്റ്സ്, അലോട്ട്മെൻറ്റ് റിസൾട്ട്, റിപ്പോർട്ടിംഗ് ഡേറ്റ്സ്, അപ്ഗ്രേഡ് റൂൾസ് എന്നിവ വരുമ്പോൾ അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ NEET 2026 കൗൺസിലിംഗ് സംബന്ധിച്ച ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.